ജഡ്ജസ്, ഇന്ന് നവംബർ 14 ശിശുദിനമായതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സന്തോഷത്തിലാണ്. അതിൻ്റെ കൂടെ നമ്മുടെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് കൊടുത്താലോ? അതെന്താണെന്നൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്ന ഒരു സർപ്രൈസ് ആണ് എന്തായാലും. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ 3 കൂട്ടുകാരെ ആദ്യം നമുക്ക് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. എന്നിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ജഡ്ജസ്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇപ്പോഴും ചൈൽഡ് ആണോ? അങ്ങനെ ഒന്ന് കാണണം പ്ലീസ്. ചൈൽഡും കഴിഞ്ഞ് ടീനും കഴിഞ്ഞ് 20 വയസ്സായി. അയ്യോ, മിനുടാ, എന്തോ അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോ. കിട്ടുമോ ഉത്തരം? അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല, ചോദിച്ചോ. ഈ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് നവംബർ 14 എന്തുകൊണ്ടാണ് നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആവുന്നത്? ചാച്ചാജിക്ക് കുട്ടികളെ ഒരുപാട് ഇഷ്ടം. ഒരു റോസപ്പും കൂടെ തരാം, ഞാൻ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി. ചാച്ചാജിക്ക് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ചാച്ചാജി ആരാ? അതുകൊണ്ടാണ്. ചാച്ചാജി എന്ന് പറഞ്ഞാൽ വേണ്ട, ചുമ്മാ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ചാച്ചാജി എന്നാണ് കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് അച്ചടിച്ച പോലെ തന്നെയാണല്ലോ. അതെനിക്ക് അന്നത്തെ ഓർമ്മ നിൽക്കുന്നത്. മധു, എനിക്കൊന്ന് ദിവസവും ചിൽഡ്രൻസ് ഡേ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് എന്റെ മകള് എനിക്ക് ഒരു ഉത്തരം തരണം. താങ്ക് യു. അതെനിക്ക് വേറൊരു കാര്യം നമ്മുടെ ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. സോറി, കൂട്ടുകാരുടെ അടുത്ത് ചോദിക്കാൻ എൻ്റെ അടുത്ത് നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ജഡ്ജസ് ഒന്ന് മേലാ വിളിക്കരുത് എന്ന്. പക്ഷെ എനിക്ക് അറിയാതെ നിങ്ങളെ എങ്ങനെ വരുന്നു, എന്ത് ചെയ്യാൻ പറ്റും, സ്നേഹം കൊണ്ടാണ്. ഓക്കെ, ശരി കൂട്ടുകാരാ, സോറി. അതൊരു ഭാഗ്യമാണല്ലോ. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണല്ലോ. അപ്പൊ ഈ 3 പേരിൽ ഏറ്റവും കുട്ടി ആരാണ്? ഞാൻ തന്നെ. ഓഹോ, അംഗീകരിച്ചു അത്. ഓക്കെ, ഇനി മതങ്ങളുടെ അഭിപ്രായം? അത് ചിലപ്പോ കുട്ടഞ്ചേട്ടനായിരിക്കും. ആയിരിക്കും. കുട്ടൻ. അതെ, കോമ്പറ്റീഷൻ വേണോ? വേണ്ട, ഈ 2 കുട്ടികളുടെ വലിയ കുട്ടി ലീഡർ ഞാൻ. നമ്മൾ 3 പേരും കുട്ടികളാണ്. അതെ, അങ്ങനെ 2 കുഞ്ഞുങ്ങളും ഒരു ചേച്ചിയുമായി തുടരുന്ന ഒരു ജഡ്ജിങ് പാനലാണ് നമുക്കുള്ളത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇനി ആ സർപ്രൈസ് പുറത്ത് പറയാൻ പോവാണല്ലേ. ഒരു വലിയ സർപ്രൈസ് ആണ്. കുഞ്ഞു സർപ്രൈസ് എന്നൊന്നും അങ്ങനെ പറയുന്നില്ല, ഒരു വലിയ സർപ്രൈസ് ആണ്. നമ്മുടെ പ്രേക്ഷകരായാലും ഇവിടെ വന്ന ഓരോ ആൾക്കാരായാലും ഒക്കെ നമ്മൾ കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ സ്പെഷ്യൽ ദിവസം നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 വഴി നമ്മൾ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് MJ അങ്കിൾ പറയും. അതിന് മുന്നേ ഇന്ന് ശിശുദിനമായതുകൊണ്ട് ഒരു പാട്ടോട് കൂടിയിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഒരു കുഞ്ഞിപ്പാട്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും,
ആയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് ഹാപ്പിയാണ്. നല്ലൊരു കുഞ്ഞിപ്പാട്ട് ഞങ്ങൾക്ക് പാടി തന്നതിന് ഒത്തിരി താങ്ക് യു. ഇനി നമുക്ക് ആ സർപ്രൈസ് റിവീൽ ചെയ്യാനുള്ള സമയമാണ്. MJ അങ്കിളെ പറഞ്ഞാലോ? മീനുകട, എന്തോ നമുക്ക് ഈ സീസൺ 6 ഏകദേശം 2000-ൽ കൂടുതൽ എൻട്രീസ് ഉണ്ടായിരുന്നു. അതില് ഒത്തിരി പേരെ ഓഡിഷൻ ചെയ്ത് ഫിൽട്ടർ ചെയ്താണ് അവസാനം നമ്മൾ 60-ലേക്ക് എത്തിയത്. അവിടെ നിന്നാണ് നമ്മുടെ 26-ലേക്ക് എത്തിയത്. ഈ 60 പേരിൽ ഒരുപാട് പേര് അസാധ്യമായിട്ട് പാടുകയുണ്ടായി. പക്ഷെ ചെറിയ വ്യത്യാസങ്ങളിലാണ് അവർ സെലക്ട് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ പാടിയിട്ടുള്ള നമ്മുടെ ഫൈനൽ ഓഡിഷനിൽ ഏറ്റവും നന്നായിട്ട് പാടിയിട്ടുള്ള 5 പേർക്ക് ഒരു അവസരം ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. ഗോൾഡൻ ടിക്കറ്റ് അഥവാ വൈൽഡ് കാർഡ് എൻട്രി. അതാണ് ഗോൾഡൻ ടിക്കറ്റ് അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി. അത് ഇവർക്ക് വീണ്ടും നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാകാനായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടും കേട്ടും ഒക്കെ അറിയാനുള്ള സമയമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എത്രത്തോളം വലിയൊരു ചാൻസ് ആണ് ഇപ്പോ ഈ ശിശുദിനത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഇവിടെ മുന്നേ വന്ന് ഒത്തിരി ആഗ്രഹിച്ച് വന്ന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് പോയ, അതായത് നമ്മുടെ ഓഡീഷനിലെ ഫൈനലിസ്റ്റുകളാണ് ഇപ്പൊ ഇവിടെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ ടിക്കറ്റിന്റെ ചാൻസ് വഴിയോ അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. 5 പേരാണ് എത്തുന്നത്. ഈ 5 പേരും 2 ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും പാടുന്നുണ്ടാവുക. വേറൊരു ഓഡീഷൻ അല്ലേ? അതെ, വേറൊരു കൈൻഡ് ഓഫ് സെലക്ഷൻ തന്നെയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഇതിൽ എത്ര പേരാണ് സെലക്ട് ആവുന്നതെന്ന് നമുക്കറിയില്ല. ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ വഴി അറിയാൻ പോവാണ് നമ്മള്. ജഡ്ജസിനെ തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ബാക്കി ആൾക്കാരുടെ നേരത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞ ഇപ്പൊ ജഡ്ജസ്, എന്റെ കൂട്ടുകാരനെ ഞാൻ ആ സീറ്റിലേക്ക് വെൽക്കം ചെയ്യുന്നു. ക്ഷമിക്കണം മോനെ, അച്ഛനെ മോനെ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കൂ. 3 ആളെയും അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നു. അച്ഛനെ മോനെ വിളിക്കാറുണ്ട്. ഞാൻ എന്റെ അച്ഛനെ മോനെ വിളിക്കാറുണ്ട്. അപ്പൊ 3 ആൾക്കും വെൽക്കം. ഇനി നമുക്ക് ബാക്കി പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ വഴി അറിയാം അല്ലേ? ഓക്കെ. MJ അങ്കിളെ, നമ്മൾ സർപ്രൈസ് എന്താണെന്നൊക്കെ ഓൾറെഡി അറിഞ്ഞു. ഇതൊരു ഭയങ്കര ഒരു ലക്കി ആയിട്ടുള്ള ഒരു അവസരമാണ്. കാരണം ഇപ്പൊ ഇവിടെ പാടാൻ എത്തുന്ന ആൾക്കാര് മുന്നേ നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ ഓഡീഷനിൽ വന്ന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തോ കാരണവശാൽ അവർക്ക് അന്ന് ഇവിടെ സെലക്ട് ആവാൻ പറ്റിയില്ല. പക്ഷേ ഇന്നൊരു ഗോൾഡൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി വഴി അവര് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് മീനുട്ടിയുടെ ഡേയാ, ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. ആയിരങ്ങളാണ് നമ്മുടെ ഓഡിഷനിൽ പങ്കെടുത്തത് അല്ലേ? അതെ. പിന്നെ നമുക്ക് 60 പേരിലേക്ക് വന്നു, അതിൽ നിന്ന് 29 പേരിലേക്ക് വന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഓഡിഷനിൽ അസലായിട്ട് പാടിയ ചില മക്കളുണ്ട്. അവർക്ക് ഒരു അവസരം കൂടെ കൊടുക്കുകയാണ് ഇവിടെ. നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡൻ ടിക്കറ്റോ അല്ലെങ്കിൽ വൈൽഡ് കാർഡോ എന്നുള്ള രീതിയിൽ അല്ലേ? 2 വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണ് ഇവരിവിടെ വന്ന് പാടാൻ പോകുന്നത്. ഇനിയൊക്കെ വഴി അറിയാം. ഫുൾ സസ്പെൻസുകളാണ് നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ഗോൾഡൻ ടിക്കറ്റിൽ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രിയിൽ പാടാനായിട്ട് എത്തുന്നു എറണാകുളത്ത് നിന്നും നമ്മുടെ ആവണിക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. ഈ ആവണി എന്ത് പറയുന്നു? എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ടോപ്പ് സിംഗറില് ഒന്ന് ഓക്കെ 3 പാട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ തൽക്കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് വെക്കുകയാണ്, എന്നിട്ട് നമ്മൾ അറിയിക്കാം. ഓക്കെ. ഹായ്, ഞാൻ ആവണി. കഴിഞ്ഞ തവണ മിസ്സായ ചാൻസ് ഞാൻ ഇന്ന് തിരിച്ചു പിടിക്കാൻ പോവാ. ഒന്നും മനസ്സിലായില്ലല്ലേ? ഒരു ഗോൾഡൻ ടിക്കറ്റ് ചാൻസ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 വീണ്ടും ഒരു സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ വാങ്ങിയിട്ടേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. കിട്ടും. ഹലോ ആവണിക്കുട്ടി, തിരിച്ചു വന്നു അല്ലേ? രണ്ടാമത് നമുക്ക് വേറൊരു ചാൻസ്. ഭയങ്കര സന്തോഷാണോ? സന്തോഷാണ്. എന്തൊരു ഉന്മേഷം നോക്ക്, മുഖമൊക്കെ ലിറ്റപ്പാണ്. ആദ്യം ഇവിടെ നിന്ന് കിട്ടാന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ഞാൻ സ്കൂളിൽ പറഞ്ഞിട്ടാണല്ലോ വരുന്നേ പോകുന്നത്. അപ്പൊ ഇപ്പോഴും ടീച്ചർമാരൊക്കെ ചോദിക്കും, ടീച്ചർമാരും ഫ്രണ്ട്സൊക്കെ ചോദിക്കും അവിടെ അവര് വിളിച്ചോന്ന് ചോദിക്കും. അപ്പൊ കേൾക്കുമ്പോ ഒരു വിഷമായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് വിളിച്ച് വൈൽഡ് ഗാർഡൻ ആയിട്ട് വരാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്താ വേണ്ടത്? നന്നായിട്ട് പാടി ഈ ഒരു അവസരം എന്ത് ചെയ്യണം? മക്കളെ ഏതൊക്കെയാണ് പാട്ട്?
ഞാൻ മെലഡി തളിരിട്ട കിനാക്കളുടെ ആ. പിന്നെ ഫാസ്റ്റ് ഓ മാമ മാമ ചന്ദമാമ. വെരി ഐ ഗുഡ്. ലവ് ദാറ്റ് സോങ്. താങ്ക് യു. ക്യാപ്റ്റൻ എങ്ങനെയുണ്ട്? ക്യാപ്റ്റൻ അല്ലെങ്കിലും സൂപ്പറാ. അതുണ്ടോ? ആണോ, കാണാറുണ്ടോ? ആ കാണാറുണ്ട്. ആ, അപ്പൊ പിന്നെയും വരുന്നു വിചാരിച്ചോ? ആ അല്ല വിചാരിച്ചില്ല. പ്രതീക്ഷ ഇങ്ങനെ അപ്രതീക്ഷിതമായി. അപ്രതീക്ഷിതം. അപ്രതീക്ഷിതമായി. വിളിച്ചതല്ലേ. ആണോ? ആ. ഫൈനൽ ഓഡിഷനിൽ സെലക്ട് ആവാത്തപ്പോ അച്ഛനമ്മ എന്താ പറഞ്ഞു? കുഴപ്പമില്ല, നമുക്ക് ഇനി ചാൻസ് ഉണ്ടല്ലോ. ഉം. ഇപ്പൊ അടുത്ത വർഷമാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇതാ കുഴപ്പമില്ല. ചാൻസ് വന്നേ. കണ്ടോ? Chance തന്നെ. അതാണ് വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും. നമ്മളിലേക്ക് വരും. ആൻഡ് ദാറ്റ് ഇസ് ലൈഫ്. കേട്ടോ, അതാണ് പാട്ടും. ഓക്കെ Okay. മധുമാമ, ആ, അപ്പൊ ചന്ദമാമ കേട്ടല്ലോ. ഓക്കെ കുട്ടുമാമ. അത് എന്നെ ഒഴിവാക്കല്ലേ, എന്റെ ഒരു മാമിയെങ്കിലും ഒക്കെ. ആര്യമാമി. വേണ്ട വേണ്ട, എന്നെ ഒന്നും വിളിക്കണ്ട. അല്ല, ചോദിച്ചോളൂ, ക്യാപ്റ്റനോട് ചോദിച്ചോളൂ. ആര്യമാമിയെ പാടട്ടെ. മമ്മി പ്ലീസ് പാടിക്കോട്ടെ. വേണ്ട വേണ്ട, ഞാൻ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട. നന്നായി പാടിയാൽ മതി. പാടിക്കോട്ടെ. ഓക്കെ റെഡി. ഓൾ ദി ബെസ്റ്റ്. Thank you. ഓൾ ദി ബെസ്റ്റ്. Thank you. All the best. Oh mama 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 chanda mama. 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 ഒരു വട്ടം കണ്ടേയുള്ളൂ, ഒരു ഗാനം കേട്ടേയുള്ളൂ, കൊതിയാകാൻ കൊഞ്ചിപ്പോയൻ ചന്ദ മാമ. ഒരു വട്ടം കണ്ടേയുള്ളൂ, ഒരു ഗാനം കേട്ടേയുള്ളൂ, കൊതിയാകാൻ കൊഞ്ചിപ്പോയൻ ചന്ദ മാമ. മുകളിയും മാനത്തെ മഴക്കോടിൽ മുളവാതിൽ ചാരാതെ ചന്ദ മാമ. ഓ മാമ 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 ചന്ദ മാമ. ഒമ്മായും മമ്മമ്മമായോ, ഒമ്മായും മമ്മമ്മമായോ, ഒമ്മായും മമ്മമ്മമായോ, ഒമ്മായും മമ്മമ്മമായോ. ഞാനിൻ ജനലരികിൽ നിൽപ്പൂ, നിന്റെ മുഖമഴക് നോക്കിയോരോ പരിഭവമായി പാടും തിങ്കൾ കലയല്ലേ. ഞാനെൻ ജനലരികിൽ നിൽപ്പൂ, നിന്റെ മുഖമഴക് നോക്കിയോരോ പരിഭവമായി പാടും പാട്ടിന്റെ ശ്രുതി മീട്ടാം. രാവിൻ കൊടിമാറൂ, കൂടെ ഒന്നു പോരൂ, നിനക്കു മാത്രം നൽകാൻ എൻ സ്നേഹം. ഓ മാമ മാമ മാമ. ഓ മാമ മാമ മാമ. ഓ മാമ 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 ചന്ദ മാമ. ഓ മാമ 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 ചന്ദ മാമ. ഓക്കെ. മാമ മാമ ചന്ദ മാമ. ഓ മാമ 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 ചന്ദ മാമ. ഓക്കെ 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 ഓക്കെ. Thank you. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ മധുമാമനെ ഇവിടെ പിടിച്ചോണ്ട് വന്ന് അല്ലേ? ചന്ദമാമനെ കാണാൻ ചന്ദമാമ ആക്ച്വലി ജയചന്ദ്രൻ ചന്ദമാമ. അപ്പോഴല്ലേ കറക്റ്റ് ആവണേ. അവിടെ മധു മിണ്ടാൻ ചന്തമാമൻ എന്ന് വെച്ചാൽ ചന്തമുള്ള മാമൻ. അതെ, എന്നാ കുടിഞ്ഞാണ്ട് ഉദ്ദേശിച്ചത് ചന്ത മാർക്കറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്. സോറി. ഈ കുട്ടികൾക്കൊക്കെ എന്ത് പറ്റി? അറിയില്ല, പക്ഷെ ഇന്നലെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മളെ കണ്ടോ? എപ്പിസോഡ് കണ്ടുല്ലോ. ആ, അങ്ങനെ അത് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു അല്ലേ? ശരിയാ. എന്താ ഈ എന്തോ ഈ കുട്ടികൾക്ക്? കുട്ടിയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു എന്താ ചെയ്യാ. ഒരു സന്തോഷം. അതെ. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ സന്തോഷം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണ്. താങ്ക് യു. ഈ മാമാന്ന് പറയില്ലേ, അത് പല രീതിയിൽ പറയാലോ. എന്തൊക്കെ രീതിയിൽ പറയാൻ പറ്റും? മാമ. മാമോയ്. പിന്നെ എന്റെ പൊന്നു മാമ. അങ്ങനെ പറയാൻ അങ്ങനെ പറ്റും. പറയാം. ആ. അങ്ങനെ പറയാം. ഇത്രയും ഭയങ്കര ഐഡിയാസ് ഉള്ള ആളാണല്ലേ. അതെ. ഈ പാട്ടിലെ മാമന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ചന്ദ്രൻ. അത് തന്നെ, അത് പ്രൊണൗൺസ് ചെയ്യുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. ചന്ദമാമ. മാമ. 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 അപ്പൊ അങ്ങനെ പാടിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നുന്നു. അതെ. ഓക്കെ സർ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു സർ. മധുമാമ, എന്താ കുട്ടുമാമ? തളിരിട്ടക്കിനാക്കൾ കേൾക്കണം അല്ലേ? ഓക്കെ. തളിരിട്ടക്കിനാക്കൾ.
വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനി ആർക്കു വേണ്ടി മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയും ആർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഓക്കെ അതില് അവസാനത്തെ ഫിനിഷിംഗ് അല്ലേ? ഫിനിഷിംഗ് ഇല്ലേ? തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. മധുമാമ എങ്ങനെയുണ്ട്? കൊള്ളാം, കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്. പൂന്നുള്ളതിന് ആരാ പറഞ്ഞേ? അത് എഴുതിയ എഴുതി അങ്കിൾ പറഞ്ഞാണോ? എഴുതിയ മാമൻ പറഞ്ഞാ? ആ മാമനാ പറഞ്ഞ. അപ്പൊ പൂന്നുള്ളിയിട്ട് എന്ത് പറ്റി? പൂന്നുള്ളിയിട്ട് കൈ ഇങ്ങനെ വേദന എടുത്തു. വല്ല ആവശ്യമുണ്ടോ? ആ അത് എനിക്കും തോന്നണേ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് തളിർത്തോ? ആ തളിർത്തു. എന്നിട്ട് അപ്പൊ കിനാവുകളാണോ തളിർത്തത്? അല്ല പൂകള്. അപ്പൊ ഇപ്പൊ പാട്ട് നന്നായോ? പാട്ട് പൂത്ത് തളിർത്തോ? എന്ത് തോന്നുന്നു? നമുക്ക് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യാലോ. റെഡിയാണ്. എത്രയല്ലേ പഠിക്കണം? ഞാൻ 7th ല്. ആ കാര്യമൊക്കെ വിട്ടുപോയി. ഞാൻ 7th ല്. ഞാൻ വിചാരിച്ചു തേർഡിലാണെന്ന്. അത്രയല്ലേ ഉള്ളൂ. ഞാൻ സെക്കൻഡിലും തേർഡിലും പഠിക്കുവാന്നൊക്കെയാ പറയണേ. ആണോ? ഇപ്പൊ ഞാനും പറഞ്ഞില്ലേ, സന്തോഷായില്ലേ? എന്നിട്ടാണോ വിഷമിച്ച് പറഞ്ഞതിപ്പോ? പക്ഷെ ചിലയിടത്ത് പോകുമ്പോ അവര് പറയുമ്പോ സന്തോഷ. ഇവിടെ വന്നപ്പോ സന്തോഷായി. സന്തോഷായി. ഏത് സ്കൂളിലാ പഠിക്കണേ? ഞാൻ വെള്ളൂര് ഭവൻസ്. വെള്ളൂര്, നമ്മുടെ ഈ കോട്ടയത്ത് പോകുന്ന പിറവം. ഓക്കെ, അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യണു? ഒരു വന്നിട്ടുണ്ടോ? അച്ഛനമ്മ വന്നിട്ടുണ്ട്. എവിടെ? നമസ്കാരം. എന്താ ചെയ്യണേ? ഞാനൊരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുമായിരുന്നു. 2-3 വർഷമായിട്ട് റെസ്റ്റില്ല. ആണോ? എന്താണ്? ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. പേരെന്താ? ജ്യോതിക. ഇപ്പൊ ഹാപ്പി അല്ലേ? വീണ്ടും വന്ന് പാടാൻ സാധിച്ചതില്ല? അത് ഭയങ്കര അനുഗ്രഹമായിട്ട് സാറേ തോന്നുന്നു. അപ്പൊ നമുക്ക് റിസൾട്ട് ഒക്കെ അറിയാം. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ശരി, ഓക്കെ. അതെ, അപ്പൊ നമ്മള് സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്യാം. അതെ, സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്തോ. എന്ത് സംഭവിച്ചാലും ഒത്തിരി ചാൻസസ് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചോണ്ടിരിക്കുക. അതെ, എങ്ങനെ ചിരിക്കുക? സന്തോഷമായിട്ട്. എങ്ങനെ പീന്നോ? ഇവിടുന്നൊക്കെ വലിയൊന്നും ഞാൻ. പക്ഷെ ഭയങ്കര ഉന്മേഷമുണ്ട്. നല്ല ചുറുചുറുക്കുള്ള സ്മാർട്ട് ആയിട്ടുള്ള വെരി സ്മാർട്ട്. ആ ചുറുചുറുക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഡൺ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ഓക്കെ, അപ്പൊ ഹാപ്പി ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചാണല്ലേ? ചിൽഡ്രൻസ് ഡേ അത് പറഞ്ഞില്ലല്ലോ. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇനി അടുത്തത് നമ്മുടെ ഗോൾഡൻ ടിക്കറ്റ് വഴി ഇവിടെ പാടാൻ എത്തുന്നു സൂര്യനാരായണൻ ഫ്രം ആലപ്പുഴ. വെൽക്കം. ഹായ് സൂര്യ. ആരുടെ ആഗ്രഹം ഈ വേദിയിൽ വന്നിട്ട് പാടണം എന്നുള്ളത്? എന്റെ സൂര്യയുടെ ആഗ്രഹമാണ്.
നമ്മളിപ്പോൾ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല, ഹൈ പ്രയോറിറ്റി വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഹായ്, ഞാൻ സൂര്യനാരായണൻ. ടോപ്പ് സിംഗർ സീസൺ 6 കണ്ടസ്റ്റൻ്റ് ആവാൻ എനിക്ക് ഒരവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. ഒരു ഗോൾഡൻ ടിക്കറ്റ് സെലക്ഷൻ പ്രോസസ്സ്. സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നെ. ഈ ഫ്ലോറിൽ ജഡ്ജസിൻ്റെ മുന്നിൽ വീണ്ടും പാടാൻ പറ്റുന്ന ഒരു അവസരം, ഇതിനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഐ ആം റെഡി. ഹലോ. ഹായ് സൂര്യനാരായണൻ. സൂര്യൻ. ഇവിടെ എത്ര സൂര്യമാര് വന്ന് പോയിട്ടുണ്ടല്ലേ? അതെ അതെ, ഞാൻ ഓർത്തു നമ്മുടെ സൂര്യൻ. എത്ര സൂര്യമാരായിരുന്നു. സൂര്യനാരായണൻ, മഹാദേവൻ, സൂര്യ മഹാദേവൻ. എവിടുന്നാ വരുന്നേ? ആലപ്പുഴ. ആലപ്പുഴ എവിടെയായിട്ട് വരും? എവിടെയായിട്ട് വരും അറിയില്ല. അറിയില്ലേ? അത് ആലപ്പുഴ തന്നെയാണോ? എരൂര്. അരൂരാണോ എരൂരാണോ? എരൂര്. എരൂര്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 6th. 6th. ആഹാ. ഏത് പാട്ടൊക്കെയെന്ന് പാടണേ? കൽപ്പാന്തകാലത്തോളം ഒരു മധുരക്കിനാവിൽ. കൽപ്പാന്ത കാലത്തോളം. അതിനാണ് കാപ്പാട്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ അറിയില്ല. എല്ലാം കായല്ലേ? അതെ. കൽപ്പാന്ത ആദ്യം കാലത്തോളം. ഒരു അവസാനം വരെ തുടങ്ങുന്നത് അക്ഷരത്തിലാണല്ലോ. ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഏത് കേൾക്കണം മധുമാമ? നമുക്ക് ഇത് തന്നെ കേൾക്കാം. ഇതാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എത്ര കാലിബർ ഉണ്ട് എന്നുള്ളത് ഇതാണ് അറിയാൻ പറ്റുന്നത് അല്ലേ? അതെ അതെ. യെസ്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാം. കൽപ്പാന്തകാലത്തോളം. അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൽപ്പാന്തകാലത്തോളം കാതരേ നീൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്തകാലത്തോളം കാതരേ നീൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന, കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ. കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്തകാലത്തോളം കാതരേ നീൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. താങ്ക് യു. എത്ര കേട്ടാലും മതിയാവാത്തൊരു പാട്ടാണ്. അതെ Beautiful തീർച്ചയായിട്ടും. song. അതെ. എത്ര 1000 പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ കാലത്തോളം അറിഞ്ഞൂടാ. കേട്ടാലും അതാണ്. അങ്ങനെയാണ്. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ കേട്ടോ. Thank you. അടുത്ത പാട്ട് ഏതാണ്? ഒരു മധുരക്കിനാവിൽ. ആണോ? സൂപ്പറാണേ. താങ്ക് യു. നല്ല സെലക്ഷൻ. അതെ. രണ്ട് പാട്ടും അതെ നല്ല രണ്ട് സ്റ്റൈൽ അതെ 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 കറക്റ്റ്. അതെ. എന്തായാലും ആ പാട്ട് നമുക്ക് കേൾക്കാം. Okay. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത പാട്ട്.
തേൻ വണ്ടു ഞാൻ അഴകേ തേൻ വണ്ടു ഞാൻ ഗുഡ് മോനെ. സൂര്യ ആ. ഇപ്പൊ പാടിയ 2 പാട്ടുകളല്ലേ, ആ. അത് നമ്മൾ 2 പൊതുക്കെട്ടുകളാക്കി മാറ്റും. ആ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഓരോ പൊതിയിലും ഈ സ്വരം, ഭാവം, ലയം, താളം ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഭൂത കണ്ണാടി വെച്ച് നോക്കും. ആ. എന്നിട്ട് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? തുറന്നു നോക്കും. ആ, തുറന്നു നോക്കും. അപ്പൊ തുറന്നു നോക്കട്ടെ, കുറച്ച് സമയം വേണം. നോക്കാൻ കുറച്ച് സമയം വേണം. കുറച്ച് ആ. സമയം. ഓക്കേ. ഓക്കെ, ഓക്കേ. തരൂ, കുറച്ച് സമയം തരൂ. യെസ്. വെയിറ്റ് ചെയ്യോ. ഓക്കെ. ഓക്കേ. അപ്പൊ അതുവരെ അതെ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അതുവരെ ആ. നമുക്ക് സന്തോഷമായിട്ട് അതെ. വെയിറ്റ് ചെയ്യാം. അത് അതെ. മാത്രല്ല വേറൊരു കാര്യം പറയാണ്ട് ഇതിന്റെ ആ. ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇവന്റെ അടുത്ത് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നപ്പോ അച്ഛനും അമ്മ എന്നോട് ചോദിച്ചു, മോളെ ഒരു ചെറിയ അബദ്ധം പറ്റി, അവന്റെ വീട് അവിടെയൊന്നും അല്ല അത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാ അവന്റെ അമ്മയുടെ വീടാണ് ഈ വെള്ളൂരാ. എവിടെ പറഞ്ഞ ചേർത്തല. അല്ല അമ്മയുടെ വീട് ഏരൂർ. എരൂര്. എരൂര് അമ്മയുടെ വീടാണ്. പുള്ളിക്കാരൻ സൂര്യൻ താമസിക്കുന്നത് എവിടെ? മറ്റേ അച്ഛന്റെ വീട്ടില് മറ്റേ അച്ഛൻ്റെ വീട്. അതല്ല മൈക്കിൽ പറ, സ്ഥലത്തിന്റെ പേര്. മൈക്കിൽ പറ, എവിടെ? മൈക്കിൽ. പള്ളിപ്പുറം. അത് ചേർത്തല അടുത്ത്. പള്ളിപ്പുറം ചേർത്തല അവിടെ. പള്ളിപ്പുറം. ആ. അവിടെ നിന്ന് നല്ല നല്ല കലാകാരന്മാരുണ്ട്. പള്ളിപ്പുറം മോഹൻ ചേട്ടൻ, മോഹനേന്ദ്രൻ ചേട്ടൻ. മോഹനൻ അച്ഛൻ നല്ല- ആണോ? അച്ഛൻ പാടും. അച്ഛനും കൊടുത്തൊരു അമ്മക്കാണ് കലാകാരനാണ്. ഏറ്റവും പേടിയും തോന്നുന്നത്. അമ്മ വരയ്ക്കാൻ ചെയ്യും. അമ്മ വരയ്ക്കും. വരയ്ക്കും. ആ, ആഹാ. ശരി. അപ്പൊ ഒരു കലാകുടുംബമാണ്. അതെ. ഓക്കെ ഓക്കെ. ചേട്ടന്മാര്? ദേവേട്ടൻ. ദേവേട്ടൻ. ദേവേട്ടൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചേട്ടനോ ഏറ്റവും മൂത്ത ചേട്ടൻ? ഏറ്റവും മൂത്ത ചേട്ടൻ. ഏറ്റവും മുതലാണ് ഓക്കേ. ദേവേട്ടൻ. ആ, ദേവേട്ടൻ. ദേവേട്ടൻ പാട്ടുപാടും, രാട്ടൻ വയലിനും വായിക്കും. രണ്ടാമത്തെ ആള് വയലിൻ വായിക്കും. ആ. രണ്ടാമത്തെ ആൾ എന്താ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ, രാമേട്ടൻ. സംഗീത കുടുംബം. രാമേട്ടനും ദേവേട്ടനും. ആ. രാമേട്ടൻ, നല്ല ദേവേട്ടൻ, അതെ, രസമല്ലേ? സൂര്യേട്ടനും. സൂര്യേട്ടൻ. ശരിക്കുള്ള പേര് മഹാദേവനും രാമനാഥനും. ശരിക്കുള്ള പേരാ? ആ. ആ, ആണ്. അത് ശരി. രാമനാഥൻ. മഹാദേവൻ, രാമനാഥൻ, സൂര്യനാരായണൻ. അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് വെയിറ്റ് ചെയ്യാം. അത് മാത്രല്ല ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഇത് ഭയങ്കര ഒരു നല്ലൊരു പാർട്ടാണ് അല്ലെ നമ്മുടെ ടോപ്പ് അതെ. അതെ, അതെ, സീസൺ അതെ, 6 അതെ, കാരണം അതെ. ഒന്ന് ഓഡീഷന് വന്നു സൂര്യൻകുട്ടൻ. എന്നിട്ട് പിന്നെ അവൻ പ്രതീക്ഷിച്ചു പോയി, പിന്നെ വരാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വിളിച്ചു, അതെ, ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ പിന്നെ ഒന്നുകൂടെ പാടാൻ പറ്റി എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷമുള്ള തീർച്ചയായിട്ടും കാര്യമാണ്. അതെ. ഓക്കെ, അപ്പൊ സൂര്യൻകുട്ടന്റെ ഫ്രണ്ട്സിനും വീട്ടിലുള്ള എല്ലാവർക്കും ഒക്കെ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. Yes. ഓക്കെ, Okay. ടാറ്റാ, All the bye. best. ഇനി ഒരു ഗോൾഡൻ ചാൻസിനായിട്ട് ഇങ്ങോട്ടേക്ക് കാലിക്കട്ട് നിന്നും നമ്മുടെ കോഴിക്കോട്ടുകാരി ഒരു കുട്ടി എത്താൻ പോവാണ്. ശ്രദ്ധ കുട്ടി, ലെറ്റ്സ് വെൽക്കം ശ്രദ്ധ ഓൺ സ്റ്റേജ്. ചന്ദ്രകുട്ടിയാണോ? ആര് പറഞ്ഞു സുന്ദരിയാണെന്ന്? അമ്മ പറഞ്ഞ പിന്നെ ഒന്നും നോക്കാൻ. അതെ, ഇടം പോലും നോക്കില്ല. നല്ല രസത്തിൽ പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുള്ള ശബ്ദം. പാട്ടിൽ കുറച്ചും കൂടെ ശ്രദ്ധ വരാനുണ്ട്. യെസ്. നൗ യു ആർ ഇൻ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രയോറിറ്റി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഹായ്, ഞാൻ ശ്രദ്ധ. എനിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. ടോപ്പ് സിംഗർ സീസൺ 6 നിന്ന് എനിക്കൊരു കോൾ വന്നു. ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ പ്രമാണിച്ച് ഒരു ഗോൾഡൻ ടിക്കറ്റ് സെലക്ഷൻ. എന്തൊക്കെയോ സെലക്ഷൻ പ്രോസസ് ഉണ്ട്, പക്ഷെ അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. താങ്ക് യു.
ശ്രദ്ധിച്ചു വരണേ. ഞാൻ പറയാൻ പോകുന്നത് ചേട്ടൻ പറയുന്നത്. ഹലോ ഹലോ. വീണ്ടും കണ്ടു നമ്മൾ അല്ലേ? ഹായ്. ഹായ് കോൺസെൻട്രേഷൻ. ഹൈ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഇല്ല. പിന്നെ ഞാൻ ഒരു സാധാരണ മനുഷ്യനാ. ആണോ? കോൺസെൻട്രേഷൻ ഇല്ലേ? കോൺസെൻട്രേഷൻ ഉണ്ട്. എന്താ എപ്പോഴാണ്? ഇപ്പൊ പാട്ടിനും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് കോൺസെൻട്രേഷൻ. എല്ലാത്തിനും കോൺസെൻട്രേഷൻ ഉണ്ട്. ആ ഡ്രസ്സിന്റെ കളർ എന്താ? ഗ്രീൻ. അത് ഇച്ചിരി ടാസ്കാ പക്ഷേ Green ആണത്. ഗ്രീൻ അല്ല. പീകോക്ക് കറക്റ്റ് ഗ്രീൻ അല്ല, അല്ലേ ആ. മധു ചേട്ടാ? ഡാർക്ക് ഗ്രീൻ. ഇതിന്റെ ആ സ്ക്രീനിൽ ആ കളർ ഉണ്ട് ഏകദേശം ആ ഉണ്ട് നേരെ. അല്ലേ? ആ പീകോക്ക് സംതിങ് ആണോ? ഇതിനൊരു പീകോക്ക് ആ അതുപോലെ എന്ന് അല്ലേ? പറയാം. ആ ഇടയിലൊരു നടുക്ക് mix. നടുക്ക്. ആയിട്ടാ തോന്നുന്നത്. ആണല്ലേ? കൺഫ്യൂഷൻ ആയല്ലോ അപ്പൊ. MJ അങ്കിളിന് എന്താ തോന്നുന്നത്? എനിക്ക് ബ്ലൂ. എനിക്കിത് പീകോക്ക് ബ്ലൂ പോലെ ബ്ലൂ. തോന്നുന്നു. പീകോക്ക് ബ്ലൂ. ആ ഇത് ഗ്രീനാ. എന്റെ കുഴപ്പമാണോ, ശ്രദ്ധയുടെ കുഴപ്പമാണോ, മധുവിന്റെ കുഴപ്പമാണോ, ആരുടെ കുഴപ്പമാണോ? ആരുടെ ശ്രദ്ധയുടെ കുഴപ്പമാണിത്? ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രദ്ധ കുട്ടിക്ക്. താങ്ക് യു. അല്ലെ, ഒരു ഗോൾഡൻ ടിക്കറ്റ്. സന്തോഷമുണ്ട്. ആണല്ലേ? ഇതൊരു ബെസ്റ്റ് ചിൽഡ്രൻസ് ഡേ ആയിരിക്കും അതെ, അല്ലേ? അന്ന് വിചാരിക്കാം. അതെ. അന്ന് ഓഡീഷന് വന്നിട്ട് പോയപ്പോൾ വിഷമായില്ലേ? നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അടുത്ത വർഷം നമുക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിരുന്നോ? അടുത്ത വർഷം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെയാണ് എന്തെങ്കിലും ദേഷ്യമൊക്കെ തോന്നിയോ ഞങ്ങളോട്? ഇല്ല, ദേഷ്യം തോന്നിയില്ല. ഇല്ലല്ലോ അല്ലേ? മധുവിനോട് തോന്നി? ഇല്ല. അല്ലേ, സത്യം പറ, സത്യം പറ. ആ. ചെറുതായിട്ട്. ആ, ദേഷ്യം തോന്നി. എന്നോട് മാത്രമോ? അല്ല, എല്ലാവരോടും. അങ്ങനെ പറ. അത് കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ വീണ്ടും ചോദിച്ചു. എത്രയാണ് പഠിക്കണേ? 6th ആ, അപ്പൊ ഇഷ്ടംപോലെ sixth ല്. ഇഷ്ടംപോലെ സമയമുണ്ട്. സമയമുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ഇന്ന് സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കണ്ട കേട്ടാ. ദേഷ്യം വരില്ലേ? ദേഷ്യമൊന്നും തോന്നില്ല. ദേഷ്യം. ദേഷ്യമൊന്നുമില്ല. ആ, okay. ഏതാണ് പാട്ട്? മഞ്ഞണി പോന്നില്ലാവും മെലഡി. ആ, മെലഡി. ആ, പിന്നെ രണ്ടാമത്തെ പാട്ട്. പിന്നെ ഫാസ്റ്റ് താമരക്കുരുവിക്ക് തട്ടമിട്. അപ്പൊ നമുക്ക് താമര കുരി വെച്ച് തുടങ്ങാം. അതെ, ഓക്കെ. ഓക്കെ ഓക്കെ. നമ്മ രാജ സർ സോങ്. Yes. യെസ്. ഓക്കെ. ശ്രദ്ധ കുട്ടി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ഗുഡ് വെരി ഗുഡ് വെരി നൈസ്. ആരാണ് ആ ഹൂറി? ആരാണ് ആ ബീവി? ഞാന് എല്ലാരും ഫ്ലൈറ്റ് കയറിയിട്ടാണോ വന്നേ? അല്ല. അല്ലേ? അല്ല, വരുന്നുണ്ടേ വിമാനച്ചിറകിൽ. ഞാൻ വിമാനച്ചിറകിൽ, ഞാൻ ഒറ്റയ്ക്ക് വിമാനച്ചിറകിൽ വരിക. അങ്ങനെയാണോ? ചെറുകെവിടെ? ചിറക് ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചാ. അയ്യോ, പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, തിരിച്ചെടുത്ത് പറന്നു പോകും അല്ലേ? അപ്പൊ അടുത്ത പാട്ട് ഏതാണ് പറക്കാൻ? മഞ്ഞണി പൂനിലാവ്. ആ ഹായ്. അപ്പൊ നമുക്കൊന്ന് ആ പാട്ടും കൂടി ഒന്ന് കേൾക്കാം. ഓക്കെ. മോളെ, എനിക്ക് ഒരാഗ്രഹമുള്ളത് ആ പാതിര പാലകൾക്ക് മോതിരമിട്ട് കൊടുക്കുന്ന ആ ഏരിയയില്ലേ, ചരണം അത് പാടും. ബീജം തുടങ്ങാം. 1 2 3 1 2 3 4. ശ്രദ്ധകുട്ടി, അച്ഛനും അമ്മ എന്ത് പറയുന്നു? നല്ല വിശേഷമായിരിക്കുന്നു. 3, 4, 5 സീസണില് ഇവിടെ വന്നിരുന്നു. ഒരു സീസണിൽ എനിക്ക് സെക്കൻഡ് റൗണ്ട് വരെ കിട്ടി, പിന്നെ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഈ 6ാമത്തെ ഓഡീഷനില് 3rd റൗണ്ട് വരെ എത്തി, ഫൈനൽ വരെ എത്തി. പിന്നെ ആണെങ്കിൽ എൻ്റെ എത്തിക്കാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പ്രയോറിറ്റി വെയിറ്റിംഗ് ലിസ്റ്റ് ആയ. പക്ഷേ വൈൽഡ് കാർഡ് ടിക്കറ്റ് കൊണ്ട് ഇവിടെ എത്തിയപ്പോ നല്ല സന്തോഷമുണ്ട്. എത്ര കഷ്ടപ്പെട്ട് കാത്തു നിന്നിട്ടാ ശ്രദ്ധകുട്ടി വന്നേക്കുന്നേ. അപ്പൊ എന്തായാലും ഇന്ന് സന്തോഷമായി അല്ലേ? അതിനൊക്കെ നല്ല സന്തോഷം. ചിൽഡ്രൻസ് ഡേ കൂടിയാണല്ലേ? അതെ 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 അതെ. അപ്പോ ചൈൽഡ് എന്ന കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ചൈൽഡ് കുറച്ചും കൂടെ ഇത്രയും നാള് കാത്തിരുന്നല്ലേ, കുറച്ചും കൂടെ കേട്ടോ. ഓക്കെ, സന്തോഷത്തിൽ കാത്തിരിക്കണം. ഉള്ളിലാണ് സന്തോഷം വേണ്ട. അതെ, അപ്പൊ തന്നെ മുഖം കുറച്ച് മാറി കേട്ടോ. അല്ല, അങ്ങനെയല്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അതെ, പറയാട്ടോ. മധുങ്കൾ, എന്തോ ഇനി വരാൻ പോകുന്ന ആള് ഒരു സൗദിക്കാരിയാണ്, പക്ഷെ എന്നാൽ കോഴിക്കോട്ടുകാരിയുമാണ്. അങ്ങനെ ഒരാളാണ് വരാൻ പോകുന്നത്. ഈ വന്നതിന്റെ ബാക്കി വഴികളും വിശേഷങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഗൗരി നന്ദ ഓൺ സ്റ്റേജ്. ഹലോ ഗൗരി. അരെ ഗൗരി, ക്യാ ബാത് ഹൈ?
കൂട്ടിൽ നിന്നും പറന്നിടുന്നേ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ. ഗൗരിക്കുട്ടി വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് തൽക്കാലം. ഓക്കെ, കുറച്ച് സമയം. കഴിഞ്ഞ ദിവസം രാവിലെ ഒരു കോൾ വന്നു. ടോപ്പ് സിംഗറിൽ വീണ്ടും ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കേണ്ടി പറഞ്ഞു. കേട്ട പാതി ഫ്ലൈറ്റും പിടിച്ച് സൗദിയിൽ നിന്ന് കൊച്ചിക്ക് വന്നു. അവസരങ്ങൾ വന്ന് വാതിൽ തട്ടുമ്പോൾ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പാടിയേച്ചും വരാം, സെലക്ട് ആയിട്ട് വരാം. അരെ ഗൗരി. ഹലോ. ഏ ഗൗരി, MBS എന്ത് പറയുന്നു? MBS ആ, MBS അറിഞ്ഞത് അറിയില്ല. സൗദി എന്നല്ലേ പറഞ്ഞു? സൽമാൻ, ഓ മുഹമ്മദ് ബിൻ സൽമാൻ. സുഖമായിട്ടിരിക്കുന്നു. എന്ന് തോന്നുന്നു. എന്റെ കൂട്ടുകാരനാണോ? കള്ളത്രം. കള്ളത്രം. ആണോ? കള്ളം പറയാറുണ്ടോ? ചെറുതായിട്ട്. ഞാൻ ചെറുതായിട്ട് പറയാറില്ല. ചെറിയ വലിയ കള്ളങ്ങളെ പറയാളുള്ളൂ ഇതുപോലെ. കൂട്ടുകാരൻ മാത്രല്ല, വകയൊരു അമ്മാവന്റെ മോനും കൂടിയാ. മധുമാമന്റെ- തലേതാ കെട്ടൊക്കെ നോക്കി എന്താ ഇതൊക്കെ ചോദിക്കാൻ ഛായില്ലേ നോക്കിയ മുഹമ്മദ് ബിൻ സൽമാൻ. ഇല്ലേ? ആടിന്റെ അവിടെ ഉണ്ട്. ആ, താടിയുടെ അവിടെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സൗദിയില് എവിടെയാ? ചൂടാ. ചൂടാണോ? ജുബേൽ. ഇപ്പൊ ചൂട് ഒത്തിരി മാറി തുടങ്ങിയില്ലേ? ആ, ഇപ്പൊ തണുപ്പിലേക്ക് കൊണ്ടിരിക്കുന്നു. കുറവുണ്ട് ചൂട്. എനിക്ക് ഈ ദമാമും റിയാദും മാത്രമേ അറിയൂ. ആ, ദമാമ് അറിയാം. ഞാൻ ദമാമിൽ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്. ലതിക ടീച്ചറെ പ്രോഗ്രാമിന് സാറിനെ കണ്ടിട്ടുണ്ട്. ഞാനും വന്നിട്ടുണ്ട് അവിടെ, ദമാമിലും റിയാദിലും. ആ, മധുവിനെ അവിടെ വെച്ച് കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ പ്രോഗ്രാമിന് വന്നിട്ടില്ല. കണ്ടിട്ടുണ്ട്. ഇല്ല. ആലോചിക്കുക. ഓക്കെ. അപ്പൊ പഠിത്തത്തിന്റെ കാര്യം പറയൂ. എത്രയല്ല പഠിക്കണേ? ഞാൻ 8th. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ആദ്യത്തെ ഓഡിഷൻ വന്നിട്ട് പോയപ്പോ എന്ത് പറഞ്ഞു? അവര് നന്നായിട്ട് പാടി പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. നന്നായിട്ട് പാടിയിട്ടും പിന്നെയും ഇങ്ങോട്ട് എൻട്രി കിട്ടിയില്ല എന്ന് പറഞ്ഞു? ഇല്ല, അങ്ങനൊന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് ടൈം പിന്നെയും ട്രൈ ഭയങ്കര നല്ല മോട്ടിവേഷൻ കൂട്ടുകാരായിരുന്നു. പക്ഷെ നനച്ചിരിക്കാതെ ഇങ്ങനൊരു ഭാഗ്യം വന്ന് കിട്ടിയല്ലേ? അല്ലേ? അതിന്റെ സന്തോഷമുണ്ട് മുഖത്ത്. വീണ് കിട്ടിയ അവസരമാണ് അല്ലേ? അപ്പൊ നന്നാക്കണം കേട്ടോ. അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. യെസ്, കണ്ണടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് ആവശ്യമുണ്ട്. ആവശ്യമുണ്ട്. ഓക്കെ, റെഡി. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പരുമല ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18ാം
ഓക്കെ മോളെ, വെരി ഗുഡ്. ഈ സൺഗ്ലാസ് എന്തിനു കൊണ്ടുവന്നതാ? മൈക്കില് സൗണ്ട് ഉണ്ടാവുന്ന ഇല്ല അങ്ങനെ ശബ്ദമൊന്നും അങ്ങനെ വരില്ല. ശബ്ദമൊന്നും വരില്ല. എനിക്ക് ഞാൻ തരുമോ അത്? സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ഈ പാട്ട് പാടാൻ പോണതെന്ന്. എനിക്ക് തരുമോ അത്? തരുവാന്ന് അപ്പാട്. സാധാരണ കുട്ടികളാരും എനിക്കൊന്നും തരാറില്ല. പക്ഷേ നോക്കട്ടെ. പരുമല ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18-ാം വെരി നൈസ്. അവിടെ വെക്കാറുണ്ടോ? ഇല്ല, ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, എന്തായാലും കൊള്ളാം, നന്നായിരുന്നു പാടി. അടുത്ത പാട്ട് അടുത്ത മൗന സരോവരം. മൗന സരോവരം. അതിന് സൺഗ്ലാസ് ഉണ്ട്. ഇല്ല. ഓക്കെ, പാടിക്കോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെരി നൈസ് മോളെ, വെരി നൈസ്. ഈ പാട്ട് മധുവിന് വളരെ ഇഷ്ടമായിരിക്കും. എന്താ കാരണം? പാടുകയായി മധുഗാനം. അത് മനസ്സിലായോ? മധുവായിട്ട് പാടുന്നു. മധുവായിട്ട് പാടുന്നത്. മധുഗാനം. മധു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വീറ്റ്. ഷുഗർ അല്ലേ? സ്വീറ്റ്. മധുവോ? മധു. ഷുഗർ ആണോ? മധു ലൈക്ക് ഹണി. ഹണി. പിന്നെ ഒരു അർത്ഥം കൂടി ഉണ്ട്, പരുമലക്ക. അതിന് കുടിക്കണ എന്താ? എങ്ങനെയാ ആവണേ? അതും ഒരു അർത്ഥം കൂടി ഉണ്ട്. അതില് താളത്തിലല്ലാതെ ആദ്യം പാടില്ലേ? അത് വളരെ നന്നായിരുന്നു കേട്ടോ. അതെ അതെ. ഇതില് അവസാനം ആ ഒരു സംഗതിയില്ലേ, ജനനി, അത് കൊള്ളായിരുന്നു. അടിപൊളിയാണ്. അതെ, രസായിട്ട് പാടി. സന്തോഷായി. അതെ, അത്രയ്ക്ക് സന്തോഷായോ? സന്തോഷായിരിക്കണു. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഞാൻ സൗദിയിലെ IASJ. ഇന്ത്യൻ സ്കൂൾ. ഇന്ത്യൻ സ്കൂളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അറബി പഠിക്കണ്ടോ? ഉണ്ട്, 8th കൂടി ഉള്ളൂ. ആണോ? 8th കൂടി പഠിക്കണം. 8th കൂടി പഠിക്കണം. സംസാരിക്കോ? ആണോ? ഓക്കെ ഓക്കെ, സാരല്ല. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് ഇഷ്ടമായി. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, കുറച്ചു നേരത്തേക്ക് ഹാപ്പി ആയിട്ടിരുന്നുള്ളൂ.
ഓക്കെ അതെ, കുറച്ച് സമയം നമുക്ക് ഹാപ്പി ആയിട്ട് കണ്ണടക്കി hope വെച്ചിരിക്കാം. വെച്ച് വെയിറ്റ് ചെയ്യാം അല്ലേ? ഹാപ്പി ചിൽഡ്രൻസ് ഡേ. Happy Children's Day. MJ അങ്കിൾ, ഇന്ന് നമ്മൾ നമ്മുടെ ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയ 5 പേരാണ് ഇവിടെ നിന്നുണ്ടായിരുന്നത്. അതില് 4 ആൾക്കാരുടെ പാട്ട് നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. അടുത്തത് വൈൽഡ് കാർഡ് എൻട്രി വഴി ഇവിടെ പാടാൻ എത്തുന്ന ലാസ്റ്റ് ആളാണ് ഇപ്പൊ വരാൻ പോകുന്നത്. നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മുടെ ശ്രേയക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശ്രേയ ഓൺ സ്റ്റേജ്. ഒരു മുறை வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ തോം 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 இன்னும் மேலாളം വന്നു കണ്ണിൽ തൊട്ടാലും ഞങ്ങൾ ശ്രേയക്കുട്ടീനെ വെയിറ്റിംഗ് ലിസ്റ്റിലോട്ടേക്ക് ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, ഓക്കെ. ഹായ്, ഞാൻ ശ്രേയ ഹരി. ഫൈനൽ ഓഡിഷൻ വരെ എത്തി ഔട്ടായ എനിക്ക് ഒരു ഗോൾഡൻ ടിക്കറ്റ് അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. ഇന്നായാലും ഔട്ടായാലും എനിക്ക് ഒരു പ്രശ്നമില്ല. ഇന്നായാൽ അത്രയും സന്തോഷം. എന്തായാലും പാടാൻ ഞാൻ റെഡിയാണ്. അയ്യോ, ഹലോ, ബ്യൂട്ടിഫുൾ കളർ ആ ഉടുപ്പിന്റെ. അതെ അതെ. ഇതാണ് ബ്ലൂ. ഹലോ, ഇത് പക്കാ ബ്ലൂ. മിനുടി എന്തോ ഇതുപോലെയുള്ള ഒരു പ്രായത്തിലാണ് നമ്മുടെ ശ്രേയക്കുട്ടിയില്ലേ ആ കോഴിക്കോട്ടെ അതെ. ശ്രേയ ജയദീപ്. ശ്രേയ എൻ്റെ അടുത്ത് പാടാൻ വന്നത് ഇതുപോലൊരു റിയാലിറ്റി ഷോയ്ക്കാണ്. ഓർമ്മ വന്നു. അപ്പൊ ഇപ്പൊ ശ്രേയക്കുട്ടി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ ആ വന്നു. ശ്രേയക്കുട്ടി ഓർമ്മ വന്നു. കുഞ്ഞേ എന്തോ എന്ത് പറയുന്നു? നല്ല വിശേഷം. നല്ല നല്ല വിശേഷം. 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 എത്ര ക്ലാസ്സിലാ? ഞാൻ 5ല്. 5ല്. 5ലായോ? ഓ, ഞാൻ വിചാരിച്ചു 2ലാണെന്ന്. ആണോ? ഏത് സ്കൂളിലാ? വിളയൂര് സ്കൂളിൽ. വിളയൂര്. വിളയൂര്. ഓക്കെ, പാലക്കാടാണോ? ആ. ഓ, അത് ശരി. പാലക്കാട് എവിടെ? പട്ടാമ്പി. പട്ടാമ്പിക്ക് അടുത്താണ് ഈ വിളയൂര്. ആ. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ. ഫസ്റ്റ് ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ നല്ല ടെൻഷനൊക്കെ ആയി. പിന്നെ അതങ്ങനെ ഭയങ്കര ടെൻഷൻ ആണോ? അതെങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്നിട്ട് ഇവിടെ ഫസ്റ്റ് വന്ന് പാടി. അപ്പൊ വെയിറ്റ് ലിസ്റ്റിലായിരുന്നു. പിന്നെ ഞാന് വീട്ടിക്ക് പോയി. അപ്പൊ നാന് വീട്ടിലേക്ക് പോയി. ഞാന് വീട്ടിക്ക് പോയി. പോയി. ഞാൻ ഇവിടെ നിന്നു. എന്നിട്ട് നാന് അപ്പോഴാണ് ഇവിടെ വിളിക്കണത്. എന്താ പാടാൻ. പാടാൻ. സന്തോഷായോ? ആ, നല്ല സന്തോഷായി. നല്ല അപ്പൊ ഞാന് ഹാപ്പി ആയി. അപ്പൊ ഞാന് ഹാപ്പി ആയി. ഹാപ്പി ആയി. ഓക്കെ. അയ്യോ, അപ്പൊ ഏതാണ് പാട്ട്? വാതിൽ തുറക്കു നീ കാലമേ. ആ. പിന്നെ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു. ക്യാപ്റ്റൻ, വെരി നൈസ്. നമുക്ക് ഏത് Yes. കേൾക്കണം ഇപ്പൊ ആദ്യം? ഏതായിരിക്കും ക്യാപ്റ്റൻ ഇഷ്ടമുള്ള നമ്മൾ പാട്ട്? പൊതുവെ പ്രോഗ്രാമിലേക്ക് അവസാനല്ലേ ഈ ഫാസ്റ്റ് സോങ്സ് ഒക്കെ വെക്കുക. ആ. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നേരെ തിരിച്ച്. മത്സരം പറഞ്ഞ പോലെ ചെയ്യാം. തിരിച്ചിടാം. യെസ്. ഓക്കെ. ഓക്കെ, ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു. പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി. കല്യാണ ചെമ്പൊന്നിൻ താലി കിലുങ്ങി. അള്ളിപ്പോലോലാക്കിൻ ചേലു കിണുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ചുണ്ടത്ത് തെച്ചിപ്പൂ ചെണ്ടു വിരിഞ്ഞു. പല്ലാക്ക് മൂക്കുത്തി കല്ലു മിനുങ്ങി. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ.
ഈ തുത്തുരു തുത്തുരു തൂത്തുമ്പി എന്ന് പറഞ്ഞ എന്താ? അറിയത്തില്ല. കൊക്കര അറിയത്തില്ലേ? കൊക്കരക്കോ കോഴി പോലെ വേറെ. കൊക്കര കൊക്കരക്കോ കോഴി കൊക്കര കൊക്കരക്കോ. അങ്ങനെയാണോ? തുത്തുരു തുത്തുരു തു തുമ്പി തുത്തുരു തുത്തുരു തു. ഇവിടെ തുമ്പിക്കുട്ടി ആരാ? 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 ദോ ആരാ? നമ്മുടെ കാർത്തുമ്പി. കാർത്തുമ്പി. ഇനി ഏത് പാട്ടാണ്? വാതിൽ തുറക്കു നീ കലമേ. ആഹാ, ബെസ്റ്റ് പാട്ട്. മെലഡി അല്ലേ? അപ്പൊ പാടിക്കോ. റെഡി അല്ലേ? All the ഓക്കെ, best. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ണോട്ടി സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന തീരത്തും ഞങ്ങൾ കാത്തിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ണോട്ടി സ്നേഹസ്വരൂപനേ, കുരിശിൽ പുളയുന്ന തീരത്തും ഞങ്ങൾ കാത്തിച്ച യേശു മഹേശനേ. വാതിൽ തുറക്കൂ നീ കാലമേ. അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വള്ളിയിൽ മുട്ടിട്ട പൊൻപൂവേ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വള്ളിയിൽ മുട്ടിട്ട പൊൻപൂവേ, കണ്ണീരിലാഴുമ്പോൾ കൈ നീ തരേണമേ, കടലിനു മീതെ നടന്നവനേ. വാതിൽ തുറക്കൂ നീ കാലമേ. നൈസ് മോളെ, നൈസ് നൈസ് നൈസ്, വെരി ഗുഡ്. ഏയ് തുമ്പിക്കുട്ടി, Yes, നന്നായിട്ട് പാടിയല്ലോ. thank you. ഈ തുമ്പിക്കുട്ടി പോലെയാണ് പണ്ട് മീനൂട്ടി. ഇത്രയും കൊച്ചായിരുന്നു, ഇപ്പൊ ഇത്രയും വലുതായി. അതെ മീനൂട്ടിയും ശ്രേയക്കുട്ടിയും. അതെ. ഏയ് കുഞ്ഞെ, എന്തോ? അപ്പൊ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. ആ അപ്പൊ പറയാട്ടോ. ഓക്കെ. ഓക്കെ, ഓക്കെ. ടാറ്റാ. ഓക്കേ. അപ്പൊ തുമ്പിക്കുഞ്ഞ് പോയി വെയിറ്റ് ചെയ്തോ കേട്ടോ. Okay. ഓൾ ദി ബെസ്റ്റ്, ബൈ. ഇന്ന് നമ്മുടെ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ചിൽഡ്രൻസും ജഡ്ജസും വലിയ ആൾക്കാരും ഒക്കെ ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു നമ്മുടെ കുട്ടികൾക്ക്, ഇവിടുത്തെ സ്പെഷ്യൽ ചിൽഡ്രൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അവരൊന്ന് ഓഡീഷന് വന്നു, നന്നായി പെർഫോം ചെയ്തു, അവർക്ക് ഇന്നാവാൻ സാധിച്ചില്ല. എന്നിട്ട് ഒരു ചിൽഡ്രൻസ് ഡേ ദിവസം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അവർക്കൊരു ഗോൾഡൻ ടിക്കറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് എൻട്രി കിട്ടുന്നു നമ്മുടെ ടോപ്പ് സിംഗറിലേക്ക് വരാനും ഇവിടെ നിന്ന് പാടാനും ജഡ്ജസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ. എല്ലാവരും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്നും വലിയ പിടുത്തമില്ല. അത് നമുക്ക് കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചറിയേണ്ടതായിട്ടുള്ള വിഷയമാണ്. അവരെ നമുക്ക് വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ജഡ്ജസ് ഓൺ സ്റ്റേജ്. എം ജെ അങ്കിൾ, മധു അങ്കിൾ, ആര്യ ചേച്ചി, Yes. എന്താണ് ബാക്കി സംഭവങ്ങൾ? നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മീനൂട്ടിക്ക് അറിയാലോ, എനിക്ക് ഈ കുട്ടിപ്പട്ടാളത്തിന്റെ കൂട്ടുകാരനാവുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഇഷ്ടം, കാര്യം. അതെ. ഇവരൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു പൂക്കൾ പോലെയാണ്. അവർ പാടുമ്പോഴത്തേക്കും അതിന് വ്യത്യസ്തമായ സൗന്ദര്യമുണ്ട്, ഭാവമുണ്ട്.
അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഇങ്ങനത്തെ സെലക്ഷൻസ് വരുമ്പോഴത്തേക്ക്. അതെ. അത് കുറച്ച് സങ്കടം ഉണ്ടാക്കും ചില സമയത്ത്, എന്താണ് ഇങ്ങനെ എന്നുള്ളത്. പക്ഷെ ചില സമയത്ത് ഇതൊരു അവസരം കൂടിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസരമാണ്. അതുകൊണ്ടാണ് ഗോൾഡൻ ടിക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിൽ 2 കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള, നമ്മുടെ കൂടെ ചേർന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരം നൽകും. ഇതിൽ അവസരം കിട്ടാത്ത ആരും തന്നെ ഒരു രീതിയിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത സീസണിലേക്കുള്ള ഓഡിഷനിൽ നിങ്ങളെ ഫൈനൽ ഓഡിഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് കാണുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ തന്നെയാണ്, ആരെയും നമ്മൾ വേർപെടുത്തുന്നില്ല, നമ്മുടെ കൂടെ തന്നെ കൂട്ടുകയാണ്, ഒരു കുടുംബം എന്നോണം. എല്ലാവരും നന്നായിട്ട് പാടി. അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചിലർ ഒന്ന് മികച്ചു നിൽക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആരും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ആരും ഒട്ടും മോശമല്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ മത്സരിച്ച എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു. കിട്ടാത്തവർക്ക് അടുത്ത സീസണിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫൈനൽ ഓഡിഷനിൽ ഇവിടെ കാണാം. അതെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി, വ്യക്തിത്വമുള്ള പാട്ടുകാരാണ് ഇപ്പൊ ഇവിടെ പെർഫോം ചെയ്ത 5 കുട്ടികളും. അവരവരായിട്ട് തന്നെ വന്ന് പാടുകയാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു വേദി ആയതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെലക്ഷൻ അവിടെ നടക്കുന്നത്. അപ്പൊ എല്ലാ കുട്ടികളെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിടുക്കന്മാരും മിടുക്കികളുമാണ്. വീണ്ടും ഇവിടെ പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് കരുതാം. കൂട്ടാ, എന്തോ അപ്പൊ നമുക്ക് നോക്കാം ആരെയൊക്കെയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെ. കൂട്ടാ, എന്തോ അപ്പൊ നമുക്ക് നോക്കാം ആരെയൊക്കെയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോ ആവണിക്കുട്ടിയും ഗൗരിക്കുട്ടിയാണ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 യാത്രയിൽ നമ്മളോടൊപ്പം ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നത്. ബാക്കി ആൾക്കാരെല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇനി ഒരു ചാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷമത്തിന്റെ ഫാക്ടർ അങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. പക്ഷെ ഇനി കിട്ടിയിരിക്കുന്ന അതിലും ഗോൾഡൻ ഒരു ചാൻസ് ആണ്. കാരണം അടുത്ത നമ്മുടെ സീസൺ വരുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഫൈനലിസ്റ്റുകളായിട്ട്, അതെ, കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് വീണ്ടും കാണേണ്ട ആൾക്കാരാണ് ഈ ഫ്ലോറിൽ. അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല, സന്തോഷം മാത്രം. എല്ലാവരെയും കാണാൻ പറ്റിയതിലും നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം പെർഫോം ചെയ്യാൻ പറ്റിയതിൽ എനിക്കും പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട്. 2 പേർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ കേട്ടോ. 2 പേരും സ്റ്റേജിലോട്ട് വായോ. അപ്പോൾ 2 പേർക്കും, ആവണിക്കുട്ടിക്കും ഗൗരിക്കുട്ടിക്കും, നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6 സ്വാഗതം, വെൽക്കം. ഓക്കെ, ഇനി നമുക്ക് അടിച്ചു പൊളിക്കണം ഇനി അങ്ങോട്ടുള്ള ജേർണി അല്ലേ? എന്താ പറയാനല്ല, എന്താ തോന്നുന്നേ? ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്ന ഒരാളാണിത്. സന്തോഷമുണ്ട് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ആദ്യത്തെ ഓഡീഷൻ വന്നപ്പോ സങ്കടമായിട്ട് പോയിട്ട് ഇപ്പൊ സന്തോഷമായിട്ട് പോകുമ്പോഴുന്ന സന്തോഷം. ശരി, ഗൗരിക്കുട്ടിക്കോ? ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ സൗദിന്ന് വന്ന് ഇപ്പൊ കിട്ടിയതില് ഭയങ്കര ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? ഫൈനൽ ഓഡിഷൻ കഴിഞ്ഞിട്ട് സൗദി പോയിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു. വന്നാണ്. അപ്പൊ ഇനി കണ്ണട വെച്ച് കാണണം പെർഫോമൻസ് കേട്ടോ, അത് മറക്കരുത്. അപ്പൊ സെലക്ഷന്റെ ഭാഗമായിട്ട് ഒരു ക്യാപ്പ് വെച്ച് നമുക്ക് ഇതിലേക്ക് വെൽക്കം ചെയ്യാം, നമ്മുടെ ടോപ്പ് സിംഗർ ഫാമിലിയിലേക്ക് ഇവരെ വെൽക്കം ചെയ്യാം അല്ലേ? അപ്പൊ ഇതിരിക്കട്ടെ. സൂര്യ, ശ്രദ്ധ, ശ്രേയ,
മൂന്ന് പേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് എൻ്റെ കഥ തന്നെ. എത്രയോ ഇടങ്ങളിൽ പുറത്തായ ആളാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്കും പറയാൻ കാണും. അപ്പോൾ ഇത് നമ്മളൊന്ന് പുറകോട്ട് നമ്മൾ അമ്പെയ്യുന്ന പോലെയാണ്. ഒന്ന് പുറകോട്ട് വലിച്ച ശേഷമാണ് കുതിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ഫൈനൽ ഓഡിഷനിലേക്ക്, അടുത്ത സീസണിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടു എന്നാണ് കാണേണ്ടത്. ആ രീതിയിലാണ് യു ആർ സെലക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ഓഡിഷന്, ആ ഫൈനൽ ഓഡിഷന് അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാനായിട്ടുള്ള ഒരു അവസരമാണ്. അതിനുവേണ്ടി ഇപ്പൊ തയ്യാറെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന ആ സർപ്രൈസിന്റെ അവസാനം നമുക്ക് കിട്ടിയ 2 ഉത്തരങ്ങളാണിത് അല്ലേ. ഒരു വലിയ ചോദ്യമായിരുന്നു ഇതൊക്കെ. ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആരൊക്കെയായിരിക്കും ഇനി അങ്ങോട്ട് നമ്മുടെ ടോപ്പ് സിംഗർ ജേർണിയിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് ഈ 2 ആൾക്കാരും ഇന്നിവിടെ നിൽക്കുന്നത്. 2 മിടുക്കികളായിട്ടുള്ള നല്ല ബെസ്റ്റ് സിംഗേഴ്സാണ് 2 പേരും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. നമ്മൾ ഒന്നിച്ചുള്ള ടോപ്പ് സിംഗർ കുടുംബത്തിന്റെ, ടോപ്പ് സിംഗർ ഫാമിലിയുടെ ഒരു യാത്രയാണ് ഇനി മുന്നോട്ട് അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു ഫാമിലിയിൽ പെട്ട ആൾക്കാർ തന്നെയാണ്. ഇനി പാട്ട് പാടി കൂട്ടുകൂടി നമുക്ക് അങ്ങ് യാത്ര തുടരാം അല്ലേ. അതെ, അങ്ങനെ ഒരുപാട് സന്തോഷത്തില് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നമ്മൾ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടുകൾ, പുതിയ ആൾക്കാരുടെ പാട്ടുകളും നമ്മൾ കാണാനിരിക്കുകയാണ്. സോ ഇന്ന് തൽക്കാലത്തേക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.